സ്വഭാവമാണ്. യുവജനങ്ങളിൽ ലഹരിയുടെ അപകടങ്ങളിൽ നിന്ന് വെൺമേഘം മെല്ലെ പൊഴിയുമോ, മഴവില്ലിൽ മോഹം മിന്നുമ്പോൾ നെയ്യാകെ മൂടും നനവായി പെയ്യുന്നിതാരോ താനേ. നീ തെന്നി തെന്നി ഒഴുകവേ, കുളിരുള്ളിനുള്ളിൽ നിറയവേ ഒന്നാവാൻ തോന്നുകയോ. തേൻ തുള്ളി തൂവും നിമിഷമേ, മതി മറന്നിനി വഴി ജന്മങ്ങൾ ചേരുകയോ. അതുപോലെ നമ്മുടെ സ്കൂളിന്റെ പ്രിൻസിപ്പള്, ലയൺസ് ക്ലബിന്റെ കോർഡിനേറ്റർ, സ്നേഹം നിറഞ്ഞ അധ്യാപകരെയും ഏറ്റവും സ്നേഹം നിറഞ്ഞ എന്റെ കുഞ്ഞുമക്കളെയും നിങ്ങൾക്ക് എല്ലാവർക്കും ആദ്യം തന്നെ കേരള പോലീസിന്റെ ഏറ്റവും സ്നേഹം നിറഞ്ഞ നമസ്കാരം. കൈകരിക്കണം. കാരണം എനിക്ക് നിങ്ങളുടെ മുഖത്തൊന്ന് മനസ്സിലാവുന്നത് പോലീസുകാരൊന്നും അത്ര ഇഷ്ടമല്ല, അല്ലേ? അത് നിങ്ങളുടെ മുഖത്തെ ഏറ്റെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്ത് യൂണിയനിൽ ലൈസൻസ് കിട്ടണമെങ്കിൽ 7 വർഷം കാത്തിരിക്കണം. നിങ്ങളുടെ 7 വർഷമാണ് നഷ്ടപ്പെട്ടു പോകുന്നത്. നിങ്ങൾ തീരുമാനിക്കും. ഞാൻ പറഞ്ഞു, എനിക്കൊരു മോളുണ്ട്. അവിടെ LKG പഠിച്ചത് എന്റെ തന്നെ നാട്ടിൽ ഇവിടെ അടുത്തല്ലേ, ഈ മലയിറങ്ങിച്ചിട്ട് കൊല്ലപ്പള്ളിക്ക് തൊട്ടപ്പുറേ അന്ത്യോളം എന്ന് പറയുന്നത് എന്റെ ജന്മസ്ഥലം. അപ്പൊ അവിടെയാണ് ഞാൻ അവിടുത്തെ ഒരു LP സ്കൂളില്, LP അല്ല LKG സ്കൂളില് ഇംഗ്ലീഷ് അഡറേഷൻ സിസ്റ്റേഴ്സ് നടത്തുന്ന ഗവൺമെന്റിലെ സിസ്റ്റേഴ്സ് നടത്തുന്ന LKG ക്ലാസ് പഠിച്ചു. അപ്പൊ അവിടെ എന്റെ മോളെ കൊണ്ട് വിടാനായിക്കൊണ്ട് ഞാൻ അല്ലെങ്കിൽ ആ പ്രശ്നം അമ്മച്ചി അല്ലെങ്കിൽ അവരുടെ മമ്മി അല്ലെങ്കിൽ അവരുടെ ഏട്ടൻ ഞങ്ങൾ ആരെങ്കിലും അവരെ കൊണ്ട് കൈ പിടിച്ച് കയറിയൊക്കെ ചെയ്യുമ്പോൾ ആ പള്ളിക്കൂടത്തിന് മുറ്റത്തൊരു ഇവരുടെ ക്ലാസ് പഠിക്കുന്ന നിൽപ്പുണ്ട്. LKG ആണ്. അവനെ ഇങ്ങനെ പോക്കറ്റ് കൈയിട്ടുണ്ട്. ഞങ്ങൾ കയറി ഓർമ്മിക്കും. കയറി ചെല്ലുമ്പോൾ എന്റെ പയ്യൻ, അവന്റെ പേര് സുബിൻ എന്നാണ്. സുബിൻ ഇങ്ങനെ പോക്കറ്റ് കൈയിട്ടുള്ളത് നിന്നിട്ട് ഞങ്ങൾ കയറി ചെല്ലുമ്പോൾ സുബിൻ പറയും, കൈ ഇങ്ങനെ പൊക്കിട്ട് എടി ചിപ്പി എന്ന് വലിയ ആധികാരികമായിട്ട് വിളിക്കും. ഇവിടെ ഒട്ടും മടിക്കും. ഇവിടെ അന്നേരം കൈ പൊക്കിട്ട് എടാ സുബിനേന്ന് ഇവിടെ വിളിക്കും. തമാശ, വേറെ പിന്നെ വിളിയൊന്നുമില്ല. ഇത് എവിടെ വെച്ച് കണ്ടാലും ഇവരിങ്ങനെ സംഭവം. ഒരു ദിവസം ഞാൻ കാറിന്റെ ഫ്രണ്ടില് വൈഫിന്റെ മടിയുടെ മുകളിൽ കൊണ്ട് ഇവരെ ജാതിയോ മതമോ ഒന്നും ഇവിടെ ഞങ്ങൾക്ക് പ്രശ്നമല്ല. ഞങ്ങൾ ആഗ്രഹിക്കുന്ന ഒരേ ഒരു കാര്യം, ഇവിടെ ഇരിക്കുന്ന ഒരു കുഞ്ഞ് നഷ്ടപ്പെട്ടു പോകരുത്. നിങ്ങളുടെ സാമ്പത്തിക ശേഷി, നിങ്ങളുടെ മതം, നിങ്ങളുടെ കുടുംബ മഹിമ, ഇതൊന്നും ഞങ്ങളെ ബാധിക്കില്ല. ഞങ്ങളെ ബാധിക്കുന്ന പ്രശ്നം നിങ്ങൾ ഉണ്ടാവണം. ആരും അങ്ങേയില്ല. എന്നാലും നിവർന്നിരിക്കുമ്പോൾ അതിന്റെ ഗുണങ്ങൾ ഇരട്ടിയാണ്. ആരുടെ മുന്നിലും തലകുനിക്കാത്ത ഒരു തലമുറയാണ് ഇന്ന് ഞങ്ങൾക്ക് ആവശ്യം. ആരുടെ മുന്നിലും നട്ടില് വളയ്ക്കാത്ത ഒരു സമൂഹത്തെയാണ് ഇന്ന് ഈ രാജ്യത്തിന് ആവശ്യം. രാഷ്ട്ര നേതാക്കന്മാർക്ക് എല്ലാം ബോധ്യമായി. നിങ്ങളൊന്ന് നിവർന്ന് നിന്നാൽ മതി. നിങ്ങളോടൊപ്പം ഈ രാജ്യമുണ്ട്. ഈ രാഷ്ട്രം നിങ്ങളോടൊപ്പമാണ്. നമ്മുടെ കോട്ടയം ജില്ലാ
വർഷങ്ങളായി സേവനമനുഷ്ഠിക്കുന്ന ശ്രീമതി ബിന്ദു സെബാസ്റ്റ്യനാണ് യോഗത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത്. മാഡത്തിനെ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ പരിചയമുള്ളതായിരിക്കും. ഏറെ സ്നേഹത്തോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ മീറ്റിംഗിന്റെ പ്രാരംഭത്തിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ അരിന്തറ ലയൺസ് ക്ലബിന്റെ ചീഫ് പ്രൊജക്ട് കോർഡിനേറ്റർ ആയിരിക്കുന്ന ശ്രീ CB മാത്യു സാറിന് ചേർന്നിട്ടുണ്ട്. ഈ കാര്യങ്ങളെല്ലാം നമുക്ക് വേണ്ടി അറേഞ്ച് ചെയ്ത എല്ലാ കാര്യങ്ങളും ഇവിടെ റെഡിയാക്കിയത് സാറിന്റെ ഒരു ഉത്സാഹം കൊണ്ട് മാത്രമാണ്. ഈ യോഗത്തിലേക്ക് ശ്രീ CB മാത്യു സാറിനെയും ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. കൂടാതെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി ഞാൻ കരുതുന്നത് നമുക്ക് എന്തെല്ലാം തെറ്റിദ്ധാരണകളുണ്ടോ ലഹരിയുമായി ബന്ധപ്പെട്ട് അതെല്ലാം തിരുത്തി നമുക്ക് ആവശ്യമായ എല്ലാ സഹായങ്ങളും ചെയ്തു നൽകുന്നതിന് ഉപദേശം ഇപ്പോഴത്തെ കാലത്ത് ആർക്കും വേണ്ട. അതുകൊണ്ട് നമുക്ക് ആവശ്യമായ എല്ലാ സഹായങ്ങളും നൽകിത്തരാമെന്ന് ഉദ്ദേശിക്കുന്നത് ഈരാറ്റുപേട്ട ജനമൈത്രി പോലീസ് സ്റ്റേഷനിലെ SI ആയിരിക്കുന്ന ശ്രീ ബിനോയ് തോമസ് സാറാണ്. സാർ ഒരു 5 മിനിറ്റിനകം ഇവിടെ എത്തിച്ചേരും. സാറാണ് നമുക്ക് ആവശ്യമായ. കൂടാതെ നമ്മുടെ സ്കൂളിലെ കുട്ടികൾക്ക് വായിക്കുന്നതിന് വേണ്ടി ഒരു മാതൃഭൂമി ദിനപത്രം എല്ലാ ദിവസവും തരുന്നതിന് ലയൺസ് ക്ലബ്ബുകാര് മനസ്സ് കാണിച്ചിട്ടുണ്ട്. അതിന്റെയും കൂടെ വിതരണത്തിന്റെ ഉദ്ഘാടനമാണ് ഇന്നിവിടെ നടക്കുന്നത്. വേണം. അപ്പൊ അങ്ങനെ വെള്ളം രക്ഷിക്കാമെന്ന് നിങ്ങൾ നടത്തുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെറിയായിട്ട് ചെയ്യുന്നതിലോ പ്രത്യേകമായിട്ട് നിങ്ങളെ പ്രിൻസിപ്പളിനെ അതിന്റെ ശരി കൂടാതെ ഏറ്റവും